കണ്ണൂർ തൃപ്പങ്ങോട്ടൂര് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഞായറും തിങ്കളും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിന്റെ ഭാഗമായി 22 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് അപസ്മാരവും അതോടൊപ്പം തന്നെ കേൾവി ശക്തി അടക്കം ബാധിച്ചുകൊണ്ട് തീവ്രമായ പരിചരണത്തിലേക്ക് മാറ്റിയ ഒരു ദയനീയമായ ഒരു കാഴ്ച. അയൽവാസിയായ അഷറഫ് അതോടൊപ്പം റഫാന ദമ്പതികളുടെ കുഞ്ഞിനാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആദ്യം തന്നെ മരണപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഭയാനകം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം ആർഭാട വിവാഹങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ അത്തരത്തിൽ ഏകദേശ ജില്ലകളിലും മലബാർ ജില്ലകളിൽ വളരെ കൂടുതലായിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അത് ഇതേ രീതിയിൽ വലിയൊരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും. നാളെ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ, ചില വർഷങ്ങൾക്ക് മുന്നേ ആർഭാട വിവാഹങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ മഹല്ല് അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. പക്ഷെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെ ഈ ഒരു സംഘടനയുടെ ആളുകൾ തന്നെ പാണക്കാട് കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകൾക്ക് മുന്നേ പാണക്കാട് ബഷീർ അലി തങ്ങളുടെ മകളുടെ വിവാഹം എത്രത്തോളം ആർഭാടകരമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇവർ തന്നെ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ വലിയ ലേഖനമൊക്കെ ചന്ദ്രികയിലും മറ്റു സുപ്രഭാത് ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൊക്കെ ലേഖനമൊക്കെ വന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ആർഭാട വിവാഹം പാടില്ല എന്ന് പ്രധാനപ്പെട്ട പള്ളികളിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളെ മാത്രം ക്ഷണിച്ചുകൊണ്ട് വിവാഹം ഒതുക്കണം, ഇത്തരത്തിൽ ആർഭാട വിവാഹങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ മഹല്ലടിസ്ഥാനത്തിൽ തീരുമാനങ്ങളൊക്കെ വന്നത്. എന്നാൽ തങ്ങൾക്ക് എന്തുമാവാം, ഈ വിവാഹങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ തങ്ങൾ പരമ്പരയിലെ ബഷീർ അലി തങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് തങ്ങളുടെയൊക്കെ ഇതേപോലെ രീതിയിലുള്ള മക്കളുടെയൊക്കെ വിവാഹത്തിന് ആർഭാടമായ വിവാഹം തന്നെയാണ് നയിച്ചത്. അതായത് തങ്ങൾക്കെല്ലാം പറ്റും, നമ്മൾ പ്രവാചകന്റെ പരമ്പരയിൽപ്പെടുന്ന പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയുന്ന ആളുകളാണ് പാണക്കാട് കുടുംബം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ വലിയൊരു പ്രബല വിഭാഗമാണ് ആ ഒരു പാണക്കാട്ടെ കുടുംബം എന്ന് പറയുമ്പോൾ. കുറെ മുസ്ലിം സമൂഹത്തിലെ കുറെ ആളുകൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ എന്തായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ഉപദേശിക്കാൻ പാടുള്ളൂ. പ്രവാചകന്റെ അടുത്ത് രണ്ട് ആളുകൾ ഒരു മധുരം, അതായത് കൂടുതലായിട്ട് തൻ്റെ മകൻ മധുരം അധികം കഴിക്കുന്ന ഒരു ശീലമുള്ളപ്പോൾ രണ്ട് ദമ്പതികൾ പ്രവാചകന്റെ അടുത്ത് വന്ന ഒരു ചരിത്രമുണ്ട്. ആ സമയത്ത് മധുരം കൂടുതലായി കഴിക്കുന്നതിനെ പറ്റി ഉപദേശിക്കാൻ പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ 2 ആഴ്ചയിൽ 1 മാസം അങ്ങനെ സമയം കൊടുത്തിട്ട് വീണ്ടും പിന്നീട് വരാനാണ് പറഞ്ഞത്. എന്നാൽ 1 മാസം ആ കാലാവധിക്ക് ശേഷം വീണ്ടും പ്രവാചകന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കൂടുതലായിട്ട് മധുരം കഴിക്കുന്ന ആളുകളെ ഉപദേശിച്ചു. അധികം മധുരം ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പല രോഗങ്ങൾക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തൻ്റെ മകന് നേരത്തെ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഉപദേശിക്കാമായിരുന്നില്ല, എന്തിനാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്, നേരത്തെ ഇത് പറഞ്ഞുകൂടായിരുന്നു എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ ഞാനും അല്പം മധുരം കൂടുതൽ കഴിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് ആ മധുരം കഴിക്കുന്നത് ഞാൻ എന്നിൽ നിന്ന് ആദ്യം ആ ഒരു ശീലം എടുത്തു മാറ്റിയതിന് ശേഷം മാത്രമാണ് ഉപദേശിച്ചത്. അതായത് തങ്ങൾ ചെയ്യാത്തതിനെ പറ്റി മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ പാടില്ല. ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പാണക്കാട് കുടുംബം ഇവരൊക്കെ 1000 മഹല്ലുകളുടെ കാലിമാരാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കുടുംബ പാരമ്പര്യമുള്ള ആളുകളാണ് എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ്. അവരുടെയൊക്കെ വിവാഹം നമ്മൾ പല അവസരത്തിലും കേരളത്തിലുണ്ട്, പല അവസരത്തിലും മലബാർ ജില്ലയിൽ പല അവസരത്തിലും വലിയ അത്യാവശ്യം സാമ്പത്തികം ഉള്ള വലിയ ബിസിനസ് സംരംഭങ്ങളുള്ള ആളുകളുടെ വിവാഹത്തിനൊക്കെ അധികവും ക്ഷണിക്കപ്പെടുക പാണക്കാട്ടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെയാണ് നിക്കാഹിനൊക്കെ ക്ഷണിക്കപ്പെടുക. എന്നാൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക എല്ലാവിധ ആർഭാടവും അതോടൊപ്പം തന്നെ ഇതേപോലെ പടക്കം പൊട്ടിക്കൽ, ഡാൻസ്, പാട്ട്, കൂത്ത്, അങ്ങനെ എല്ലാവിധ
ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ അങ്ങേയറ്റം അമിതമായ ഭക്ഷണവും അതോടൊപ്പം തന്നെ ആർഭാടവും തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരം പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, ഇത്തരം ആർഭാട വിവാഹങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയാൻ മുസ്ലിം സമൂഹത്തിന് ഇത്തരം പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ കഴിയുന്നില്ല. നമ്മൾ മഹല്ലടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. മഹല്ലടിസ്ഥാനത്തിൽ ഏതെങ്കിലും സാധാരണക്കാരി ഇടത്തരക്കാരന്റെ മകളുടെ വിവാഹം അല്ലെങ്കിൽ മകന്റെ വിവാഹമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മഹല്ല് കമ്മിറ്റിക്കാരനൊക്കെ ഉപദേശിക്കാൻ വരും. അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ഉപദേശിച്ചു, ഇപ്പൊ അതുമില്ല. അങ്ങനെ ഉപദേശിക്കുക ആർഭാട വിവാഹം പാടില്ല. എന്നാൽ പണക്കാരന്റെ അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളുടെ വിവാഹത്തിന് അത്തരം ഉപദേശങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, അവരൊക്കെ പള്ളിക്ക് ഫ്രിഡ്ജും അല്ലെങ്കിൽ AC-യും കൂളറ്, അതേപോലെ തന്നെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം, മറ്റ് കറണ്ട് ബില്ല്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പള്ളി ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ പൈസയൊക്കെ കൊടുക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അത്തരം ആളുകൾ ഇത്തരത്തിൽ കൂടുതലായിട്ട് വ്യാപകമായിട്ട് ഇത്തരം കാര്യങ്ങൾ ആർഭാട വിവാഹത്തിന്റെ അങ്ങേയറ്റം ചെയ്യുന്നത്. എന്നാൽ അത്തരം ആളുകളെ ഉപദേശിക്കാനുള്ള ഒരു കഴിവ് ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റികൾക്ക് ഇല്ല എന്നതാണ് നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത്. ഇത്തരം ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത്തരത്തില് ആർഭാട വിവാഹങ്ങൾ നടക്കാനും ഈ ആർഭാടത്തിനിടയിൽ ഈ ആഘോഷം കവിയുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. നമ്മുടെ മനസ്സിലാക്കാൻ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മുസ്ലിം സമൂഹം മറ്റ് സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിൽ മറ്റ് ക്രിസ്ത്യൻ സമൂഹത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി മതവിദ്യാഭ്യാസം കൂടുതൽ ലഭിക്കുന്ന ആളുകളാണ്. അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുന്നേ മദ്രസ വിദ്യാഭ്യാസം, രാവിലെ എഴുന്നേറ്റ് പുലർച്ചക്ക് തന്നെ അല്ലെങ്കിൽ സ്കൂളിന്റെ ആ സമയത്തിന്റെ മുന്നേ തന്നെ കൃത്യമായി 2 മണിക്കൂർ 3 മണിക്കൂർ മതവിദ്യാഭ്യാസം ലഭിക്കുന്ന ആളുകളാണ്. അവർ വളർന്നു വരുമ്പോൾ ആ ചിട്ട അവരിലേക്ക് ശീലിച്ചു പോകാതിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം വളർത്തിയെടുത്ത ആളുകൾ ഇത്തരത്തിൽ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാമുമായി ബന്ധപ്പെടാത്ത ഇത്തരത്തിലുള്ള ആചാരങ്ങളും അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ഇത്തരം ആർഭാടങ്ങളൊക്കെ കാണുമ്പോൾ ഉപദേശിക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഏറ്റവും കൂടുതലായിട്ട് ഇത്തരം ആർഭാട വിവാഹങ്ങൾ കാണുന്നത് മുസ്ലിം സമൂഹത്തിലാണ് വ്യാപകമായി കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാഹി കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഹി കല്യാണത്തിനൊക്കെ ചില ആളുകൾ വിമർശിച്ചു. മാഹി കല്യാണം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ആർഭാടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്ഥിതി മാറേണ്ടതുണ്ട്. പണമുള്ളവനും പണമില്ലാത്തവനൊക്കെ മഹല്ലിൽ ഒരൊറ്റ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോടുകൂടി കൃത്യമായി ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഉപദേശിക്കാനും അത്തരം ആർഭാട വിവാഹങ്ങൾ നിക്കാഹും അതോടൊപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്ന നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അനാചാരങ്ങളും അതോടൊപ്പം ഇത്തരം ആർഭാടങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഈ സമൂഹത്തിന് തുടച്ചു നീക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലാക്കേണ്ടത് ഇസ്ലാം സ്വയം ഉത്തമ സമുദായം എന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തികളുടെ അവസ്ഥയാണ് ഇത് എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുയ്യാപ്പിള പോകുന്ന രംഗവും ഏതെങ്കിലുമൊക്കെ അർബാനയിലൊക്കെ നമ്മൾ മണ്ണ് കൊണ്ടുവന്ന അർബാനയിലൊക്കെ പുയ്യാപ്പിളിനെ കൊണ്ടുപോയിരുന്നു, JCB കൊണ്ടുപോയിരുന്നു, അതേപോലെ തന്നെ കാളനെ പുറത്ത് കൊണ്ടുപോയിരുന്നു. അതേപോലെ അപരിഷ്കൃതമായിട്ട് എന്ത് തോന്നി വാസം ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാണകം കൊണ്ടുവന്ന വണ്ടിയിലൊക്കെയാണ് പുയ്യാപ്പിളിനെ കൊണ്ടുപോയതൊക്കെ പിന്നെ ചില വോയിസുകൾ കേൾക്കുന്നു. ഇത്തരത്തിൽ ആഭാസത്തിന്റെ പരിഹാരമായിട്ട് ചില ആളുകൾ മുസ്ലിം സമൂഹത്തിലെ കുറച്ച് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ തന്നെ ഉടൻ തന്നെ പ്രതികരിക്കണം. പല ആളുകളും പ്രതികരിക്കാത്തത് ഇത് പുയ്യാപ്പിളിന്റെ ആളല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊടിച്ചു പോകും എന്നൊക്കെ ഒരു ഭയം കാരണമാണ്. ഇപ്പോൾ പുയ്യാപ്പിളക്ക് പെണ്ണിനെ കിട്ടാനാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പാട്. അത് മുസ്ലിം സമൂഹത്തിനിടയിലും മറ്റുള്ള ഹിന്ദു സമൂഹത്തിനിടയിൽ എല്ലാ ആളുകൾക്കിടയിലും ഇത്തരം പുയ്യാപ്പിളമാർ വരുമ്പോൾ ഇത്തരത്തിൽ ആഭാസങ്ങൾ നടക്കുമ്പോൾ ആ കല്യാണം ഒന്ന് വേണ്ടെന്ന് വെക്കണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അന്ന് ഇങ്ങനെ പറയിപ്പിക്കുന്നവൻ ജീവിതത്തിൽ അങ്ങേയറ്റം പറയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവാഹത്തിൽ ഒരുപക്ഷെ പുയ്യാപ്പിളക്ക് ഒരുപക്ഷെ വലിയ റോളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും അല്പം നാട്ടിലൊക്കെ വേണ്ടിയുണ്ട്. ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ രീതിയിൽ ആവാസത്തിലൊക്കെ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പുയ്യാപ്പിളക്കോ അല്ലെങ്കിൽ പുയ്യാപ്പിളയുടെ ഉപ്പക്കോ ബന്ധപ്പെട്ട ആളുകൾക്കോ കുടുംബാംഗങ്ങൾക്കോ കാരണവന്മാർക്കോ ഉണ്ടാവേണ്ടതുണ്ട്, നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ സമൂഹത്തിന് ബാധ്യതയാണ്. സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് അവർക്കൊരു മാതൃകയാകണം. ഈ ഒരു വിഷയം, ഇത്തരം അനിഷ്ട സംഭവം, ഈ ഒരു വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ ഒരു അപകടം ഒരു വഴിത്തിരിവാവേണ്ടതുണ്ട്. നാളെ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതിന് കൃത്യമായ ഒരു സംവിധാനം
കേസ് നമ്മൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ, ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. രക്ഷിതാക്കൾ കേസ് കൊടുത്തിട്ട് ഈ ആളുകളെ അതിനുമായി നിയമപീഠത്തിനും നീതിപീഠത്തിനും മുന്നിൽ കൃത്യമായിട്ട് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ നാളെ മറ്റുള്ള ആളുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ഇത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും വലിയ കുറവൊന്നല്ല ഈ കല്യാണത്തിന് ഇത്തരം വിഷയങ്ങളുടെ കാര്യത്തിൽ. കല്യാണത്തിൽ ഇതേപോലെ വലിയ ആളുകളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ വലിയ മ്യൂസിക്കും അതോടൊപ്പം തന്നെ വമ്പിച്ച സെറ്റപ്പൊക്കെ ആക്കിക്കൊണ്ട് മ്യൂസിക്കൽ DJയും അതോടൊപ്പം തന്നെ വലിയ ബോക്സും എല്ലാവിധ സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് 1000 10,000 വാട്സിൻ്റെ ഒക്കെ വലിയ സംവിധാനമൊക്കെ വെച്ചുകൊണ്ട് പാട്ടും കൂത്തുമൊക്കെ നടക്കുമ്പോൾ അവിടെ ആവേശം നൽകിക്കൊണ്ട് കുറേ പെണ്ണുങ്ങളും ഇതേപോലെ സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകൾ തുള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരാണ് ഇവർ ആവേശഭരിതരാക്കിക്കൊണ്ട്, അതിനകത്ത് കൂടുതൽ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുക സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ്. അതിനായിട്ട് കുറച്ച് ടീമുകളുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ 100 150 ആളൊക്കെ ഒരു സൽക്കാരത്തിൻ്റെ ആളൊക്കെ പോയിക്കൊണ്ട് വലിയ സംഭവ വികാസമാക്കിക്കൊണ്ട് നടത്തുന്നതിൽ വലിയ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുയ്യാപ്പിളിൻ്റെ ആളുകൾ വന്നുകൊണ്ട് ഇത്തരം ആർഭാടകരമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾക്കെതിരെ ആഭാസകരമായ ഇത്തരം ആഘോഷങ്ങൾ ഈ കണ്ണൂർ നടക്കുമ്പോൾ അതിനിടയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ദിവസമല്ലേ, കല്യാണത്തിന്റെ ദിവസമല്ലേ, നമ്മൾക്ക് തൽക്കാലം ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുടന്ത ന്യായങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പണ്ടൊക്കെ ഒരു പുയ്യാപ്ല എന്നൊക്കെ പറയുമ്പോൾ വലിയ ഡിമാൻഡായിരുന്നു. ഒരു പുയ്യാപ്ല കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് ഒരു വരനെ കിട്ടുക എന്നൊക്കെ പറയാൻ 10-20 വർഷം മുന്നെയൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. അവനൊരു പുരുഷനായാൽ മതി, അവന് കള്ളുകുടിയോ അല്ലെങ്കിൽ മറ്റ് എന്ത് ദുശീലങ്ങളോ ഒന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കാത്തൊരവസ്ഥ. എന്നാൽ ഇന്ന് നല്ല കുടുംബത്തിലെ ആൺപിള്ളേരായി കഴിഞ്ഞു കഴിഞ്ഞാലും പെണ്ണ് കിട്ടാത്തൊരവസ്ഥയാണ്. പെണ്ണിൻ്റെ ആളുകൾക്ക് സാമ്പത്തികം നോക്കണം, വലിയ വിശ്വാസവും അതോടൊപ്പം തന്നെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളൊന്നും സമൂഹത്തിൽ നല്ല രീതിയിൽ നടന്നില്ലെങ്കിലും വലിയ സമ്പത്തുണ്ടായിരിക്കണം. വലിയ പ്രവാസിയാണെങ്കിൽ അത്യാവശ്യം നല്ല ചുറ്റുപാടുള്ള ഒരു പ്രവാസിയായിരിക്കണം, നല്ല ബിസിനസ്സോ കാര്യങ്ങളോ ഉള്ള ആളായിരിക്കണം. നല്ല കുടുംബത്തിൽ, നല്ല സാമ്പത്തികമായിട്ടുള്ള കുടുംബത്തിലുള്ള ആളുകൾക്ക് തന്നെയാണ് ഏറ്റവും ഇടത്തരക്കാരായ ആളുകൾ പോലും ഇപ്പോൾ പുയ്യാപ്പിളിനെ അല്ലെ വരനെ തേടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിന്ദു സമൂഹത്തിലും അതുപോലെ തന്നെയാണ്. ഇപ്പം മാന്യമായിട്ടുള്ള കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓട്ടോ തൊഴിലാളികൾ, വേറെ എന്തെങ്കിലും ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ നിത്യജീവിതം അന്നന്ന് ജോലി എടുത്ത് കഴിഞ്ഞു പോകുന്ന ആളുകളെയൊന്നും വരനായി സ്വീകരിക്കാൻ ഹിന്ദു സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്കും താല്പര്യമില്ല. പകരം സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം എന്നൊക്കെയാണ് നോക്കുക. സ്വാഭാവികമാണ് ഒരു രക്ഷിതാക്കൾ സ്വന്തം മകളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയും സാമ്പത്തിക ചുറ്റുപാടുണ്ടോ അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രതയുണ്ടോ എന്നൊക്കെ നോക്കും. എന്നാൽ അതിനപ്പുറത്ത് ഒരു മാനുഷികതയും അതോടൊപ്പം തന്നെ മനുഷ്യത്വവും ആ കുടുംബ പശ്ചാത്തലവും പാരമ്പര്യമൊക്കെ നോക്കേണ്ടതുണ്ട്. ഇതൊന്നും നോക്കാതെ കൂടുതലായും സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇപ്പം വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരന്ത ഫലങ്ങളും നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. കുടുംബ മഹിമ മാത്രം നോക്കിയാൽ പോരാ, ഒരു ജോലി മാത്രം നോക്കിയാൽ പോരാ, അതിനുപരി ഇത്തരത്തിലുള്ള സാമൂഹിക പശ്ചാത്തലവും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇടത്തരക്കാരായ ഒരുപാട് ചെറുപ്പക്കാർക്കും നിലവിൽ മുസ്ലിം സമൂഹത്തിലായാലും അല്ലെങ്കിൽ മറ്റു സമൂഹത്തിലായാലും വധുവിനെ കിട്ടാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഇത് കിട്ടിയത് കൊണ്ടാണോ ഇത്രയും വലിയ ആർഭാടവും തോന്നിവാസവും ഒക്കെ നടന്നത് എന്നും നമ്മൾ സംശയിച്ചു പോവുകയാണ്.